പച്ചക്കറികൾ, മത്സ്യങ്ങൾ, ചിക്കൻ. ഹർത്താലിന് ഒരു സദ്യ തന്നെ ഒരുക്കാനുള്ള തിരക്കിലാണ് ഈ വീട്ടമ്മ. 10 ദിവസത്തിനിടെ വരുന്ന രണ്ടാമത്തെ ആഘോഷമാണിത്. തക്കാളി, ക്യാരറ്റ്, ബീൻസ്, പച്ചക്കറികൾക്ക് വില കൂടിയിട്ടും ഹർത്താൽ എന്ന ആഘോഷത്തിന് തിളക്കം കുറയ്ക്കാൻ ഈ കുടുംബം തയ്യാറല്ല. ഹർത്താലിന് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു ദിവസമല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ചായിട്ട് ഉണ്ടാക്കാറുണ്ട്. എല്ലാവരും കൂടി പണ്ടത്തെ പോലെയല്ലേ ഹർത്താലൊക്കെ എല്ലാവരും ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഹർത്താൽ ദിവസമാണെങ്കിൽ കുട്ടികൾക്ക് ട്യൂഷൻ പോലും ഉണ്ടാവില്ല. അടുത്ത സുഹൃത്തുക്കൾ വരും. ഹർത്താൽ ചെലവ് കൂട്ടുന്നുണ്ടെന്ന് ഷിമ്മി ഷാജു. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കും. ബീഫും മട്ടനും ചിക്കനൊക്കെ വാങ്ങി അടിപൊളിയാക്കും. നമ്മള് എല്ലാവർക്കും ലീവാണല്ലോ, അപ്പൊ അത് നന്നായി ആഘോഷിക്കാറുണ്ട്. ഹർത്താലിന് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് 300 മുതൽ 600 രൂപ വരെ ശരാശരി ഒരു കുടുംബത്തിൽ ചെലവാകുന്നുണ്ട്, പ്രത്യേകിച്ചും നഗരങ്ങളിൽ. ഓണത്തിനും റംസാനും ക്രിസ്മസിനുമൊക്കെ ന്യായവില ഷാപ്പുകൾ തുറക്കുന്നതുപോലെ ഹർത്താൽ ന്യായവില ഷാപ്പുകളും തുറക്കണമെന്ന ആവശ്യം കേരളത്തിലെ അടുക്കളയിൽ നിന്ന് ഉയർന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഹർത്താലുകളെല്ലാം ആഘോഷമാക്കുന്ന വലിയൊരു വിഭാഗം മലയാളികളുടെയും കുടുംബത്തിന് തളം തെറ്റിക്കുകയാണ് അടിക്കടിയുണ്ടാകുന്ന ഈ ഹർത്താലുകൾ. ക്യാമറമാൻ രവീന്ദ്ര സാഗറിനൊപ്പം